عليكم ورحمة الله وبركاته. عليكم السلام ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا كما يحب ربنا ويرضى. الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات دروس اللغة العربية لغير الناطقين بها، القسم الثاني من دورة ثالثة. وأين وقفنا؟ صفحة رقم 226. 26. طيب، تمرين رقم 10. ما في خلاص، 9 خلاص. لسه ما قرأنا. لما قرأنا التمرين العاشر. ما في قرأنا അങ്ങനെ പറയാൻ പറ്റുക. ഫീ വേണ്ട, ഫീ ഒഴിവാക്കിയാൽ മതി. മാ ഖറഅന. ഫീ എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ് വരിക. ഇയൽ അതെ. ഉണ്ട് എന്നാണ് വരിക. നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. മാഫി പറയുമ്പോഴത്തേക്ക് ഈസ് നോട്ട് എന്ന അർത്ഥത്തിൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാഫി ഉപയോഗിക്കാം. ഓക്കെ ഓക്കെ. അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യുക? ഒരു വെർബ് അങ്ങ് പറഞ്ഞാൽ മതി. വെർബിന്റെ കൂടെ എന്ത് വേണം? നെഗറ്റീവ് വേർഡ് ഉപയോഗിക്കുക. ഓക്കെ. ما قرأ. മാ ഖറഅന, ما قرأنا. മാ ഖറഅന. ഔ ലം യഖറ, ലം നഖറ. طيب. റബ്ബി അരിനി. റബ്ബി അരിനി എന്നൊരു വാക്കുണ്ട് ഇവിടെ നമ്മുടെ പാഠത്തിൽ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞില്ലേ, റബ്ബി അരിനി കൈഫ തഹ്യിൽ മൗത. റബ്ബി അരിനി എന്നതിന് നമുക്ക് എപ്പോഴും സംശയം ഉണ്ടാകുന്നതാണ്. ഈ യാ എവിടെ പോയി? ഈ എൻ്റെ റബ്ബേ എന്ന് എങ്ങനെ കിട്ടി? എൻ്റെ റബ്ബേ എന്ന് നമ്മൾ ചോദിക്കും. എൻ്റെ റബ്ബേ എന്നാണ് പറയുക. അപ്പോൾ റബ്ബി റഹം ഹുമ എന്നൊക്കെ പറയും. എൻ്റെ റബ്ബേ, എൻ്റെ മാതാപിതാക്കൾക്ക് അവരിവർക്കും നീ കരുണ ചെയ്യണമേ. അപ്പം എൻ്റെ എന്നതും ഈ വിളിയും എവിടെ നിന്ന് കിട്ടിയെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഹുന, ഈ സന്ദർഭത്തിലെ റബ്ബി എന്ന പദം അസ്ലുഹു യാ റബ്ബി, അസ്ലുഹു യാ റബ്ബി എന്നാണ്. അതിൻ്റെ യഥാർത്ഥത്തിൽ യാ എന്ന ഹർഫുൻ നിദ ഉണ്ട്. ഹർഫുൻ നിദ, വിളിക്കാനുള്ള പദമുണ്ട്. അതേപോലെ റബ്ബി എന്ന യാ ഉൽ മുത്തകല്ലിമിനോട് ചേർത്ത രൂപമുണ്ട്. യാ ഉൽ മുത്തകല്ലിമുണ്ട് അവിടെ. അതേപോലെ യാ ഉ അന്നിദ ഉണ്ട്, വിളിക്കുന്ന യാ ഉണ്ട്. അതേപോലെ ആ നാമത്തിന്റെ അവസാനം മുത്തകല്ലിമുണ്ട്, മുത്തകല്ലിമിന്റെ യാ ഉണ്ട്, സംസാരിക്കുന്ന ആളുടെ യാ ഉണ്ട്. ഹുദീഫ മിൻഹു, അവോയ്ഡഡ് ഓർ അക്സെപ്റ്റഡ്. അത് ഹുദീഫ മിൻഹു, അത് കളയപ്പെട്ടു. ഹർഫുൻ നിദാ, യാ എന്ന ഹർഫുൻ നിദാ. യാ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ഫിഅലും ഇസ്മും അല്ലെങ്കിൽ പിന്നെ ഹർഫ് എന്നാ പറയുക. ഇപ്പം രണ്ടക്ഷരം ഉണ്ടെങ്കിലും അതെന്താണ്? ഒരു ഹർഫാണ്. ഏത്? ഗ്രാമറിലെ ഹർഫ്. വ്യാകരണത്തിലെ ഹർഫിന് വ്യാകരണപരമായി പറഞ്ഞാൽ ഹർഫ് എന്ന് പറഞ്ഞാൽ അത് ഇസ്മും ഫിഅലും അല്ലാത്തതാണ്. അതേപോലെ അതേസമയം അക്ഷരങ്ങളുടെ കാര്യം പറയുമ്പോൾ ഭാഷാപരമായി ഹർഫ് എന്ന് പറഞ്ഞാൽ ഹർഫിൻ്റെ ഭാഷാർത്ഥം അക്ഷരം എന്നാണ്. ഹർഫിൻ്റെ ഭാഷാർത്ഥം അക്ഷരം. അതേപോലെ ഹർഫ് ഖുർആനിൽ വന്നിട്ടുണ്ടല്ലോ. ഹർഫ് എന്നൊരു വാക്ക്, ഹർഫ് എന്ന വാക്ക് ഖുർആനിൽ വന്നിട്ടുണ്ട്. ഹാഫിള് ഹുഫാദ് വല്ലതും ഉണ്ടോ നമ്മുടെ അടുത്ത്? ഒമിനന്നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ. അലാ ഹർഫ്. ഏത് സൂറത്തിലാണ്? ഹജ്ജ്, സൂറത്തുൽ ഹജ്ജ്. അപ്പൊ എന്താ ഹർഫ്? വക്ക്. ഒരു അരിക്.
അരികെ ഒരു സൈഡിൽ നിന്നിട്ട് അള്ളയെ ആരാധിക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ഭാഗം, ഒരറ്റം എന്നൊക്കെയുള്ള അർത്ഥമാണ് ഹർഫിനുള്ളത്. അങ്ങനെ അർത്ഥമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അക്ഷരമാലയിലുള്ള അക്ഷരത്തിന് ഹർഫ് എന്ന് പറയും. അതേപോലെ ഇസ്മും നാമവും ഇസ്മും ഫേലും അല്ലാത്തതിന് ഹർഫ് എന്ന് പറയും. അതാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എന്താണ് ഹർഫ്? ഹർഫ് നിദ എന്നാണ് പറയുക. അപ്പൊ ആ പേര് കൂടെ പഠിച്ചോളൂ. നേരത്തെ പഠിച്ചിട്ടുണ്ടാകും നമ്മൾ. ഒന്നുകൂടെ ഓർമ്മിക്കുക. ഹർഫ് നിദ. യാ ഉൽ മുത്തകല്ലിം. യാ ഉൽ മുത്തകല്ലിം വരുന്നത് നാമത്തിന്റെ അവസാനമായി. യാ ഉൽ മുത്തകല്ലിം. അപ്പൊ യാ ഉൽ മുത്തകല്ലിമും ഹർഫുൻ നിദാഉം അവിടെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഹദാ മിസാലുൻ ലിൽ മുനാദ അൽ മുളാഫ് ഇലാ യാ ഇൽ മുത്തകല്ലിം. അപ്പോ മുനാദൽ മുളാഫ് എന്ന് പറയും. മുനാദൽ മുളാഫ്. അപ്പൊ മുനാദയാണത്. റബ്ബി എന്ന് പറയുന്നത് എന്താണ്? വിളിക്കപ്പെടുന്ന നാമമാണ്, മുനാദയാണ്. അൽ മുദാഫു ഇലാ യാ ഇൽ മുത്തകല്ലിം. യാ ഇൽ മുത്തകല്ലിമിലേക്ക് ഇളാഫത്ത് ചെയ്തിരിക്കുകയാണ്. നമ്മൾ റബ്ബുഹും എന്ന് പഠിക്കുന്നിടത്ത് യഥാർത്ഥത്തിൽ എന്താണ്? ലമീറിലേക്ക്, സർവനാമത്തിലേക്ക് ഇളാഫത്ത് ചെയ്യുകയാണ്. അത് നമ്മൾ അങ്ങനെ ഒരു വാക്ക്, സാങ്കേതിക പദം പഠിക്കുന്നതിന് മുമ്പ് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയാണ് അതങ്ങനെ നമ്മൾ ചൊല്ലി പഠിക്കുന്നത്. റബ്ബുഹു അവൻ്റെ റബ്ബ്, റബ്ബുഹും അവരുടെ റബ്ബ്. ഇന്ത്യയുടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇളാഫത്താണ്. അപ്പൊ ഇവിടെ മുനാദ ആണ്, മുദാഫാണ്. മുദാഫ് എങ്ങോട്ട്? ഇലാ യാ ഇൽ മുത്തകല്ലിം. സംസാരിക്കുന്ന ആളുടെ യായിലേക്ക് ഇളാഫത്ത് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ടെക്നിക്കൽ വാക്കുകൾ നമ്മൾ പഠിച്ചു വെച്ചാൽ ആരുടെങ്കിലും പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മൾ തേർഡ് പാർട്ടി എടുത്ത് പറയുമ്പോൾ ഞാൻ ഇതൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാൽ അവരിതൊക്കെ ചോദിക്കും. ടെക്നിക്കൽ വാക്കുകളായിരിക്കും അവർ ചോദിക്കുന്നത്. അപ്പൊ മുനാദ മുളാഫിന് ഉദാഹരണമാണ് ഇത്. ഹാദാ മിസാലും ലിൽ മുനാദൽ മുളാഫില യാ ഇൽ മുത്തകല്ലിം. ഇപ്പൊ യാ ഇൽ മുത്തകല്ലിമിലേക്ക് ഇളാഫത്ത് ചെയ്താലുള്ള അവസ്ഥയാണ് അതിന്റെ വിശദീകരണം തുടർന്ന് പറയുന്നത്. യജൂസു ഫീ യാഇഹി. യജൂസു ഫീ യാഇഹി. ആ യാ ഏതാണ്? യാ ഇൽ മുത്തകല്ലിം. യജൂസു ഫീ യാഇഹി. ആ യാ ഇൽ മുത്തകല്ലിമിൽ ഖംസത്തു ഔജുഹ്. ഖംസത്തു ഔജുഹ്. നമ്മൾ വജഹിന്റെ വജഹ് എന്താണ്? മുഖം. ബഹുവചനം പറഞ്ഞപ്പോൾ വുജൂഹ് എന്ന് പറഞ്ഞു. വജഹിന് വേറെ ഒരു ബഹുവചനമുണ്ട്, ഔജുഹാണ്. ഔജുഹ്. അപ്പോ വജഹ് എന്ന് പറഞ്ഞാൽ മുഖം എന്ന അർത്ഥമുള്ളതോടൊപ്പം തന്നെ അതിന് രൂപം എന്ന അർത്ഥമുണ്ട്. രൂപം, ഘടന എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോ മുഖം എന്ന ഫേസ് എന്ന അർത്ഥത്തിൽ വരുമ്പോഴാണ് അതിന് ബഹുവചനം വുജൂഹ് എന്ന് ഉപയോഗിക്കാം. ഔജുഹ് എന്നും ഉപയോഗിക്കാം. പക്ഷേ അത് ഭാഷയിൽ വരുമ്പോൾ, പ്രയോഗത്തിൽ വരുമ്പോൾ മുഖം എന്ന അർത്ഥത്തിൽ വുജൂഹ് എന്നും മറ്റ് ഘടനയിൽ, അതായത് രൂപം, ഘടന എന്നൊക്കെയുള്ള അർത്ഥം വരുമ്പോൾ ഔജുഹ് എന്നുമാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ളത്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹംസത്ത് ഔജുഹൻ. 5 രൂപങ്ങൾ, അതിൽ 5 ഘടനകൾ അതിൽ ജായിസാണ്, അനുവദനീയമാണ്. വഹിയ, ദേ ആർ, അവ ഇപ്രകാരമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഔജുഹ് എന്ന് പറഞ്ഞ ബഹുവചനത്തിന് പകരം ഉപയോഗിച്ചാണ്. ഒന്ന്, അല്ലവൽ ഹദ്ബുഹ മഅ ബഖാഇൽ കസ്റതി. അപ്പൊ യാ ഇൽ മുത്തകല്ലിമിനെ ഒഴിവാക്കാം. യാ ഇൽ മുത്തകല്ലിമിനെ ഒഴിവാക്കാം. എപ്പോൾ? മുനാദ മുളാഫ് ആയിരിക്കുന്ന സമയത്ത്. മുനാദയാണ് മുളാഫ് ഇല യാ ഇൽ മുത്തകല്ലിം. മുത്തകല്ലിമിന്റെ യായിലേക്ക് ഇളാഫത്ത് ചെയ്തതും, ഇളാഫത്ത് ചെയ്ത നാമം, അതേപോലെ ആ നാമം എന്താണ്? മുനാദയാണ്, വിളിക്കപ്പെടുന്നതാണ്. അങ്ങനെയുള്ള യാ, അത് ഉദാഹരണം നമ്മൾ റബ്ബി എന്ന് പറയുന്ന ഇവിടെ യാ റബ്ബി, റബ്ബി അരിനി എന്ന് പറഞ്ഞപ്പോൾ യാ റബ്ബി എന്നാണ്. അങ്ങനെ യാ റബ്ബി എന്ന് പറയുന്നിടത്ത് യാഇനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാ യാഇൽ മുത്തകല്ലിമുമല്ല, മുനാദ, അതായത് അതിലേക്ക് യാഇൽ മുത്തകല്ലിമിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ട അവസ്ഥയിലുള്ള യാഇൽ മുത്തകല്ലിം. യജൂസു ഫീ യാഇഹി. യാഇൽ ഖംസത്തു ഔജുഹുൻ. 5 രൂപങ്ങൾ അനുവദനീയമാണ്. ഒന്ന്, ഹദ്ബുഹ മഅ ബഖാഇൽ കസ്റതി. കസ്റ നിലനിർത്തിക്കൊണ്ട് അതിനെ ഒഴിവാക്കാം. അതാണ് ഇവിടെ നമ്മൾ കണ്ടത്. റബ്ബി അരിനി, അതേപോലെ റബ്ബി റഹംഹുമ, റബ്ബി ജഅൽനി,
മുഖീമ സ്വലാത്തി എന്ന് പറഞ്ഞ്, അതേപോലെ റബ്ബി റബ്ബി ഖദ് ആതൈതനി, അങ്ങനെ ഒരുപാട് റബ്ബി നമുക്ക് കാണാൻ പറ്റും ഖുറാനിൽ. വഹദ ഹുവൽ അക്സർ, ഇതാണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ളതും അതേപോലെ അധികമായും ഉപയോഗിക്കുന്നത്. അധികമായി ഉപയോഗിക്കുമ്പോൾ യാ റബ്ബി എന്ന് പറയുന്നിടത്ത് എന്താണ് യാ അൽ മുത്തകല്ലിം ഒഴിവാക്കാം. അങ്ങനെയാണ് അധികമായി ഉപയോഗിക്കുന്നത്. അസാനി ഇസ്ബാത്തുൽ യാഇ സാക്കിനതൻ. അപ്പോ യാഇനെ സാധാരണഗതി സാക്കിനത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ സുക്കൂൻ ഹയ്യല്ല, സുക്കൂൻ മയ്യത്ത്, ദീർഘാക്ഷരം എന്ന നിലയ്ക്ക് സുക്കൂനായി ഉപയോഗിക്കാം, സാക്കിനത്തായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോ യാ റബ്ബി, യാ റബ്ബി എന്ന് പറയും. ഹാദ ദൂനൽ അവ്വലി ഫിൽ കസ്റത്തി, ആധിക്യത്തിൽ, കസ്റത്ത് ആധിക്യം, കസ്റത്ത് ആധിക്യത്തിൽ ഇതെന്താണ് നേരത്തെ പറഞ്ഞതിനേക്കാൾ കുറവാണ്. ആദ്യത്തേതാണ് ഈ മോസ്റ്റ് കോമൺ, രണ്ടാമത്തത് അതിനേക്കാൾ കുറവാണ് യാ റബ്ബി എന്ന് പറയുന്നിടത്ത്. യാ റബ്ബി എന്ന് നമുക്ക് പറയാം. അസാലിസ് ഇസ്ബാത്തുൽ യാഇ മഫ്തൂഹതൻ, അതെന്ത് ചെയ്യാം? ഫതഹ ചെയ്യപ്പെട്ട അവസ്ഥയിൽ അതിനെ നിലനിർത്താം. ഇസ്ബാത്ത്, അസ്ബത്ത ഉറപ്പിച്ചു നിർത്തി, ഇസ്ബാത്ത് ഉറപ്പിച്ചു നിർത്തൽ. ഇസ്ബാത്തുൽ യാഇ മഫ്തൂഹതൻ നഹ്വു യാ റബ്ബിയ, യാ റബ്ബിയ എന്നും പറയാം. അവിടെ എങ്ങനെയാണ്? അതെ, യാ റബ്ബിയ, അതെ, യാ റബ്ബിയ എന്നും പറയാം. യാന് എന്ത് ചെയ്യാം? ഫതഹ കൊടുത്തും നിർത്താം. അറാബിയ ഖൽബുൽ യാഇ അലിഫൻ, ഇതിനെന്ത് ചെയ്യാം? യാഇനെ അലിഫാക്കി മാറ്റാം. ഖൽബുൽ യാഇ, യാഉൽ മുത്തകല്ലിമിന് പകരം എന്ത് ചെയ്യാം? അലിഫാക്കി മാറ്റാം. അലിഫൻ നഹ്വു യാ റബ്ബാ, യാ റബ്ബാ എന്ന് പറയാം. വഖദ് തൽഹഖുഹ ഹാഉ സക്തി ഇൻദൽ വഖഫി, അവിടെ നിർത്തുന്ന സമയത്ത് റബ്ബാഹ് എന്നും പറയാം എന്ന് വരും. ഖദ്, ഖദ് എന്ന് പറഞ്ഞാൽ എന്താ? ഖദിന് ശേഷം ഖദിന് ശേഷം മാവിയല്ല, മുമാരിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഖദ് തൽഹഖുഹ, അപ്പൊ എന്തായിരിക്കും അർത്ഥം? മേ ബി, സംടൈംസ്, ചിലപ്പോൾ അതിന് ഖദ് തൽഹഖുഹ ഹാഉ സക്ത്, നിർത്തുന്ന ഹാ, സക്ത്തിന്റെ ഹാ അതിന് അതിനോടനുബന്ധമായി വരാം. ലഹിഖ യൽഹഖു, ചേർന്ന് വരാം. അത് തൽഹഖു ഹാഉ സക്തി ഇൻദൽ വഖഫി, നിർത്തുന്ന സമയത്ത്. അപ്പൊ എന്ത് പറയാം? യാ റബ്ബാഹ് എന്ന് പറയാം, എൻ്റെ അല്ലാഹ്, എൻ്റെ റബ്ബേ എന്ന്. അപ്പൊ അവിടെ എങ്ങനെയാണ് റബ്ബിന് ഫതഹ വന്നത്? റബ്ബിന് ഫതഹ എങ്ങനെ വന്നു? മുലാഫ് ആകുമ്പോഴത്തേക്ക് ഇലാഫത്ത് വരുമ്പോ യഥാർത്ഥത്തിൽ ഫതഹാണുള്ളത്. യാ അബ്ദല്ലാഹി എന്ന് പറയുന്നത് പോലെ, യാ അബ്ദല്ലാഹി. അപ്പൊ റബ്ബ, ആ അർത്ഥത്തിൽ അവിടെ എന്ത് ചെയ്യാം? ഫതഹ കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ യാ അൽ മുത്തകല്ലിമിനെ എന്ത് ചെയ്യും? അലിഫാക്കും. അങ്ങനെയാണ് റബ്ബ എന്ന് വന്നത്. പിന്നെ അത് നിർത്തുമ്പോൾ മാഹിയ എന്ന് പറഞ്ഞില്ലേ, അതേപോലത്തെ യാ സക്ത് ചേർക്കാം, അല്ല ഹാ സക്ത് ചേർക്കാം. അൽ ഖാമിസ് ഖൽബുൽ യാഇ അലിഫൻ, ഖൽബുൽ യാഇ റാബി എന്താണ്? ഖൽബുൽ യാഇ അലിഫൻ. ഇവിടെ എന്താണ്? ഖാമിസ് എന്താണ്? ഖൽബുൽ യാഇ അലിഫൻ വഹദ്ഫുഹ. അഞ്ചാമത് പറഞ്ഞത് അലിഫിനെ അലിഫാക്കി മാറ്റുകയും ചെയ്യാം, പിന്നീട് എന്ത് ചെയ്യാം? അതിനെ ഒഴിവാക്കാം. യാ ആക്കി മാറ്റിയിട്ട് പിന്നെ എന്ത് ചെയ്യാം? ഒഴിവാക്കാം. വസ്തഗ്നാഉ അൻഹാ ബിൽ ഫതഹതി, അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ഫതഹ ഉള്ളത് കൊണ്ട് അതിനെ മതിയാകും, അത് മതിയാകും. ഇസ്തഗ്ന മതിയാകും. അർറആഹു ഇസ്തഗ്ന എന്ന് പറഞ്ഞാൽ സ്വയം പര്യാപ്ത നടിച്ചു എന്നല്ലേ പറഞ്ഞത് നമ്മള്.
അപ്പൊ എന്താണ്? ആ. പര്യാപ്തമാകും. അലിസ്തഗ്നാഉ ആണ്. ഹംസത്തുൽ ഇസ്തിഫാമാണ് കേട്ടോ. ഇല്ല, ഹംസത്തുൽ വസ്ലാണ്. വഹദ്ഫുഹ വലിസ്തഗ്നാഉ അൻഹ, അതിനെ ഒഴിവാക്കൽ അനുവദനീയമാണ്. അല്ല, ഖൽബുൽ യാഇ അലിഫൻ വഹദ്ഫുഹ, അങ്ങനെയും ചെയ്യാം. അഞ്ചാമത്തെ ഓപ്ഷൻ, യാഇനെ അലിഫാക്കി മാറ്റുകയും പിന്നീട് അതിനെ ഒഴിവാക്കുകയും ചെയ്യാം. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എന്നിട്ട് ആ അലിഫിനെ ഒഴിവാക്കാം എന്നാവും. നേരത്തെ പറഞ്ഞിടത്ത് ഹാ ഉ സക്ത പറയാൻ വേണ്ടിയാണ്. അവിടെ ഹാ ഉ സക്ത വരും. അപ്പൊ അലിഫാക്കുകയും യാ ഉ സക്ത കൊടുക്കുകയും ചെയ്യാം. അലിഫാക്കി ഉപയോഗിക്കാം, പിന്നെ യാ ഉ സക്ത ഉപയോഗിക്കാം. രണ്ട് കാര്യം പറഞ്ഞു ഇവിടെ. അഞ്ചാമത് പറഞ്ഞത് ആ അലിഫിനെ തന്നെ എന്ത് ചെയ്യാം? ഒഴിവാക്കാം. വലിസ്തഗ്നാഉ അൻഹാ ബിൽ ഫത്ഹത്തി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവിടെ ഫത്ഹത്ത് കൊണ്ട് അത് മതിയാകും. എന്തുകൊണ്ട്? മുനാദ മുലാഫ് ആണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? ഫത്ഹ വരുള്ളൂ. മുലാഫ് ആണെങ്കിൽ മാത്രമേ ഫത്ഹ വരുള്ളൂ. അപ്പൊ അങ്ങനെയാണ് യാ നഹ്വു യാ റബ്ബ എന്നും പറയാം. യജ്മഉ ഹാദിഹിൽ ഔജുഹു, ഈ ഔജുഹുൽ ഖംസത്തു, 5 വജ്ഹ്, 5 രൂപങ്ങൾ ഒരുമിച്ച് വരും. ഖൗലുന എന്ന് നമുക്ക് പറയാം. റബ്ബി റബ്ബി, റബ്ബ റബ്ബ, റബ്ബിയ, 5 രൂപങ്ങളും അവിടെ വന്നു. റബ്ബി റബ്ബി, റബ്ബ റബ്ബ, റബ്ബിയ. റബ്ബ എന്നിടത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഹാ സക്തം ചേർക്കാം. ഇദാഹും യസ്തബിശിറൂൻ, അൽ ഹാദി അശർ. ഇദാഹും യസ്തബിശിറൂൻ എന്ന് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു? വൈദാ ദുക്റല്ലദീന മിൻ ദൂനിഹി ഇദാഹും യസ്തബിശിറൂൻ. وإذا ذكر الذين من دونه അള്ളാഹ് അല്ലാത്തവരെ പരാമർശിച്ചാൽ എന്ത് ചെയ്യും? ഇദാഹും യസ്തബിശിറൂൻ, അവരതാ സന്തോഷപുളകിതരാകുന്നു എന്ന് പറഞ്ഞു. പറഞ്ഞ إذا كان جواب الشرط جملة اسمية، إذا كان جواب الشرط، അപ്പോൾ إذا ذكر الذين من دونه എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ إذا ذكر എന്ന് പറഞ്ഞത് എന്താണ്? അവരുടെ ഷർത്താണ്. അവനല്ലാത്തവരെ പരാമർശിക്കപ്പെട്ടാൽ എന്നതെന്താണ്? ഷർത്താണ്. إذا كان جواب الشرط جملة اسمية, പിന്നെ അതിന്റെ ജവാബായിട്ട് എന്ത് വരുന്നു? ഹും യസ്തബിശിറൂൻ എന്ന് വരുന്നു. ഹും യസ്തബിശിറൂൻ. അപ്പൊ ഹുമ്മിൽ തുടങ്ങിയോണ്ട് എന്തായി? അത് ജുംലത്തൻ ഇസ്മിയത്താണ്. നാമങ്ങളുടെയല്ലേ തുടങ്ങിയത്? ജുംലത്തൻ ഇസ്മിയത്താണ്. വജബ ഇഖ്തിറാനുഹു ബിൽ ഫാഇ കമാ അലിംത, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ അവിടെ എന്ത് വേണം? ഫാ വേണം. വജബ ഇഖ്തിറാനുഹു, ഇഖ്തിറാൻ എന്താ? ഒരുമിച്ച് വരൽ. കാല കരീൻ എന്ന് പറഞ്ഞല്ലോ. ഇഖ്തിറന ചേർന്ന് വന്നു. വജബ ഇഖ്തിറാനുഹു, അതിനോട് ചേർന്ന് വരൽ നിർബന്ധമാകും. ബിൽ ഫാ, ഫാ ചേർന്ന് വരണം. കമാ അലിംത, ബി വന്നത് എന്താണ്? ഇഖ്തിറാനിന്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷനാണ് ബി. വജബ ഇഖ്തിറാനുഹു ബിൽ ഫാഇ, ഫാ ചേർന്ന് വരൽ നിർബന്ധമാകും. കമാ അലിംത, നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ. വയജൂസു ഇഖാമത്തു, അപ്പൊ എന്താവും? വയജൂസു ജായിസാവും. ഇവിടെ എന്തുകൊണ്ട് ഇദാ വന്നു? ഇദാഹും യസ്തബിശിറൂൻ എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഫാ വന്നില്ല എന്നാണ് പറയുന്നത്. യജൂസു അപ്പോ അലൗഡാണ്. ഇഖാമത്തു ഇദാ ചേർക്കൽ, ഇദായെ നിർത്തൽ അനുവദനമാകും. എങ്ങനെയുള്ള ഇതാണ്? അൽ ഫുജാഇയ്യത്തു. ഫുജാഇയ്യത്ത് എന്താ? ഇതൽ ഫുജാഇയ്യത്തു മഖാമൽ ഫാഇ, ആശ്ചര്യത്തിന്റെ ആശ്ചര്യത്തിന്റെ ഇതായുണ്ടല്ലോ.
ഇദാഹും യസ്തബിശിറൂൻ, അവരതാ സന്തോഷപുളകിതരാകുന്നു എന്ന് പറഞ്ഞതാ. അള്ളാഹ് അല്ലാത്തവരെ പരാമർശിച്ചു കഴിഞ്ഞാൽ അവരതാ സന്തോഷഭരിതരായിത്തീരുന്നു. എന്താണ്? ഒരു ആശ്ചര്യകരമായ പ്രയോഗമാണ്. അങ്ങനെയുള്ള ഇതാ അവിടെ ചേർക്കാം ഫാക്ക് പകരം. മഖാമൽ ഫാഇ, ഫാഇന്റെ സ്ഥാനത്ത്. ഇഖാമത്ത് നിലനിർത്തൽ, ഇദൽ ഫുജാഇയ്യത്തിന് നിലനിർത്തൽ അനുവദനീയമാകും. മഖാമൽ ഫാഇ, ഫാഇന്റെ അസാനിവേശം. വമൻ യുദ്ലിലില്ലാഹു, വമൻ യുദ്ലിലില്ലാഹു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ വമൻ യുദ്ലിൽ എന്നതിന് എന്നതിന്റെ മാളി എന്താണ്? യുദ്ലിലിന്റെ മാളി എന്താണ്? ലാല ലല്ല ലല്ല വല്ല വല്ലക്ക് എങ്ങനെയാ മുളാരി വന്നപ്പോ നമ്മ വന്നത്? അവല്ല യുലിൽ. അവല്ല. അവല്ലയുടെ അവല്ല മുളാരി എന്താണ്? യുലില്ലു. അല്ല യുദില്ലു. യുദില്ലു. അവല്ല യുദില്ലു എന്നാണ്. അപ്പൊ ഇവിടെ അതെ. ശ്രദ്ധ അഴിച്ചു യുദ്ലിൽ എന്നാണ് വന്നിരിക്കുന്നത്. അൽ മുനാരി അൽ മജ്സൂമു ബിസ്സുകൂൻ, സുക്കൂൻ കൊണ്ട് ജസ്മി ചെയ്യപ്പെടുന്നത്. എന്തുകൊണ്ടാ സുക്കൂൻ കൊണ്ട് ജസ്മി ചെയ്യപ്പെടുന്നെന്ന് പറഞ്ഞത്? അൽ മുനാരി മജ്സൂമു ബിസ്സുകൂൻ. സുക്കൂൻ ഇല്ലാതെ ജസ്മി ചെയ്യപ്പെടുമോ? ഇല്ലേ? അൽ ഖംസയിൽ എങ്ങനെയാണ് ജസ്മി ചെയ്യുന്നത്? അതിന് നൂന് കളഞ്ഞിട്ട് ഹദഫ് നൂൻ. യൂന് കളഞ്ഞിട്ട്. ഹദഫ് നൂൻ. ഹദ്ഫിൻ നൂനാണ്. ഇവിടെ എന്താണ്? അൽ മജ്സൂം ബിസ്സുക്കൂൻ, സുക്കൂൻ കൊണ്ട് ജസ്മി ചെയ്യുന്ന സന്ദർഭത്തിൽ. കാരണം എന്താണ്? ഇവിടെ സുക്കൂൻ വരുന്നു, അവസാനത്തിൽ സുക്കൂൻ വരുന്ന സന്ദർഭത്തിൽ അൽ മജ്സൂം ബിസ്സുക്കൂൻ വൽ അംർ, അംറിന്റെ സന്ദർഭത്തിലും വൽ അംർ അൽ മബ്നിയു അലൈഹി, മബ്നിയു അലൈഹി എന്ന് പറഞ്ഞാൽ എന്താ? അൽ മജ്സൂം ബിസ്സുക്കൂൻ, സുക്കൂൻ കൊണ്ട് ജസ്മി ചെയ്യപ്പെടുന്നതും, വൽ അംറു അൽ മബ്നിയു അലൈഹി, എന്താ അർത്ഥം? മബ്നിയായിട്ടുള്ള. സുക്കൂനിന്റെ മേൽ മബ്നിയായിട്ടുള്ളത്, സുക്കൂനിന്റെ മേൽ മബ്നിയായിട്ടുള്ളത്. അൽ മബ്നിയു അലൈഹി ഒരു സർവനാമം വന്നാൽ അതിന് തൊട്ട് മുമ്പ് വന്ന് എന്താണെന്ന് നോക്കണം. സുക്കൂനാണ് അവസാനം വന്നിരിക്കുന്നത്. അസുക്കൂനു അതെ, അസുക്കൂൻ അൽ മജ്സൂം ബിസ്സുക്കൂനി വൽ അംറുൽ മബ്നിയു അലൈഹി, അതിന്റെ മേൽ പടുത്തുയർത്തപ്പെട്ട അല്ലെങ്കിൽ മബ്നിയാക്കപ്പെട്ട അമ്രം എന്ന് പറഞ്ഞാൽ ഇഫ്അൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഇഫ്തഹ് എന്ന് പറയുമ്പോൾ അൽ അവിടെ അമ്രാണ്, അത് സുക്കൂന്റെ മേൽ മബ്നിയാണ്. ഇഫ്തഹു എന്ന് പറയുമ്പോഴോ അവിടെ നൂന് പോയിട്ടാണ് അമ്രിന്റെ രൂപം വന്നത്. അത് പിന്നെ നൂനാണ്. നമ്മളിത് പഠിക്കുന്ന സമയത്ത് ഇഫ്തഹ് ഇഫ്തഹു എന്ന് നമ്മൾ ചൊല്ലി പഠിക്കുകയാണ്. അവിടെ എന്ത് സംഭവിച്ചെന്ന് നമ്മൾ സാങ്കേതികമായിട്ട് പറയുന്നില്ല, പ്രാക്ടിക്കലി നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പൊ ഇഫ്തഹു എന്ന് പറയുന്നിടത്ത് എന്താണ്? നൂന് കളഞ്ഞിട്ട് ജസ്മി ചെയ്യാണ്. അമ്രിന്റെ രൂപം എന്ന് പറഞ്ഞാൽ ജസ്മി ചെയ്യലാണ്. അമ്രിന്റെ രൂപം ജസ്മി ചെയ്യണം. അപ്പോ എന്താണ്? ജസ്മി എന്നത് പോലെയാണ്. അപ്പൊ ഇഫ്തഹ് എന്ന് പറയുന്നിടത്ത് മബ്നിയായ സുക്കൂനാണ്. ഇഫ്തഹു എന്ന് പറയുമ്പോൾ ഹദ്ഫിൻ നൂനാണ്. അതാണ് പറഞ്ഞത് വൽ അമ്രുൽ മബ്നിയു അലൈഹി, സുക്കൂന്റെ മേൽ മബ്നിയായിട്ടുള്ള അമ്രും മിനൽ ഫിഅലിൽ മുദഅഫ്, എങ്ങനെയുള്ള ഫിഅല്? മുദഅഫ് ആയിട്ടുള്ള ഫിഅലിൽ മുദഅഫ് എന്ന് പറഞ്ഞാൽ എന്താ? ശബ്ദമുള്ള അൽ മുദഅഫു യജൂസു ഫീഹിമാ, allowed in both of those, both of them. അത് രണ്ടിലും അനുവദനീയമാകും. യജൂസു എന്നാണ് പറഞ്ഞത് കേട്ടോ, ശ്രദ്ധിക്കുക. രണ്ടിലും അനുവദനീയമാകും. ഏതില്? അൽ മജ്സൂം ബിസ്സുക്കൂനിലും വൽ അംറിലും അനുവദനീയമാകും. അൽ ഇദ്ഗാം, ഇദ്ഗാമ ചെയ്യൽ, ഷദ്ദ് കൊടുക്കൽ, ഷദ്ദ് കൊടുക്കൽ അനുവദനീയമാകും. വൽ ഫക്കു, അഴിക്കലും. അതിന് രണ്ടക്ഷരത്തെയും ഇദ്ഗാം രണ്ടക്ഷരത്തെയും ചേർക്കൽ. അപ്പൊ ഷദ്ദ് കൊടുക്കൽ അനുവദനീയമാകും. വൽ ഫക്കു, ഷദ്ദ് അഴിക്കലും അനുവദനീയമാകും. ഫക്ക, ഫക്ക നമ്മൾ പഠിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും?
അത് ഫക്ക അറിയാൻ ഫക്ക റക്കബത്തിൻ അപ്പൊ നമ്മൾ പറഞ്ഞ പിരടിയെ അഴിക്കൽ എന്ന് പറയും. റക്കബത്തിൻ അതെ ഫക്കൂർ കഥ പിരടിയെ മോചിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ അഴിക്കൽ എന്നാണ് വാക്കാണ് പറഞ്ഞത്. അവിടെ ബന്ധനസ്ഥനെ എന്താണ് പെരടിയിൽ ചങ്ങല പിരടി അഴി. ഫക്കു റക്കബത്ത് അഴിക്കൽ എന്ന് പറഞ്ഞത്. അത് വളരെ സാഹിത്യമായ പ്രയോഗമാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഫക്ക് ഇദ്ഗാം വൽ ഫക്ക് ഇദ്ഗാം ചെയ്യൽ ഷെഡ് കൊടുക്കലും ഷെഡ് അഴിക്കലും അനുവദനീയമാകും. നഹ്വ് പോലെ ലം യശുദ്ധ എന്നുള്ളത് ലം യശുദ്ധ എന്നും പറയാം, അതേപോലെ ലം യഷ്ദുദ് എന്നും പറയാം. ലം യഷ്ദുദ് എന്നും പറയാം. അതേപോലെ ശുദ്ധ എന്നത് ഉഷ്ദുദ് എന്നും പറയാം. ശുദ്ധ എന്നുള്ളത് ഉഷ്ദുദ് എന്നും പറയാം. തൻസീൽ ഖുർആനിലുണ്ട് വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി വമൻ യുദ്ലില്ല എന്ന് പറഞ്ഞത് ഒരു ഉദാഹരണമാണ്. അതേപോലെ വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി ഹല്ല അഴിച്ചു, ഹല്ല വഹ്ലുൽ ഹല്ല യഹുല്ലു വഹ്ലുൽ നീ അഴിക്കൂ. അപ്പൊ എന്ത് പറയാം? ഹുല്ല എന്ന് പറയാം. നല്ല എന്നതിനൂടെ കൽപ്പന നമ്മൾ നുന്ന എന്ന് പഠിച്ചു. അതേപോലെ ഓം നുൻ എന്നും പറയാം. ഓം നുൻ എന്നും പറയാം. അപ്പൊ ഇവിടെ വഹ്ലുൽ എന്ന് പറഞ്ഞു. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എന്റെ ലിസാനിലുള്ള ഉഖ്ദത്ത് കെട്ട് അഴിക്കണമേ എന്ന് ഖുർആനിലുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമയുടെ സംഭവം പറഞ്ഞെടുത്ത്. അടുത്ത ഒരു ചോദ്യമാണ്. നേരെ എക്സസൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇവിടെ 13 എന്താണ്? സലാസ്താഷർ മാ നൗഉ മാ ഫീ കമാ യതകല്ലമു അഹ്ലു ഫിറൻസ. കമാ യതകല്ലമു അഹ്ലു ഫിറൻസ എന്ന് പറഞ്ഞായിരുന്നല്ലേ പാഠത്തിൽ. അതിലെ മാ എന്ത് തരം മാ ആണെന്നാണ് ചോദ്യം. മൗസൂലല്ല, യതകല്ലമു എന്ന ഫിഅലാണ് പിന്നീട് വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് അത്? ക്രിയാധാതുവിന്റെ അർത്ഥത്തിലുള്ള മായാണ്. യതകല്ലമു എന്ന് പറഞ്ഞാൽ കമാ യതകല്ലമു എന്ന് പറഞ്ഞാൽ ക തകല്ലുമി അഹ്ലി ഫ്രൻസ. ഫ്രഞ്ചുകാര് സംസാരിക്കുന്നത് അവരുടെ സംസാരം പോലെ. ആ പാഠം നമ്മൾ ഒന്നുകൂടെ എടുത്ത് വായിച്ചു നോക്കിയാണ്. 25-ലോ കമായത്തക്കല്ലം അഹ്ലു ഫ്രൻസ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവർ സംസാരിക്കുന്നത് പോലെ. യഥാർത്ഥത്തിൽ കമാത്തക്കല്ലമ എന്ന് പറഞ്ഞാൽ കമാത്തക്കല്ലമ എന്ന് പറഞ്ഞാൽ അവരുടെ സംസാരം പോലെ എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് മസ്ദരിയ. റാബിയത്തെ അക്ഷർ. അടുത്ത ചോദ്യമാണ് മാ മുഫ്രദുൽ ജുലൂദ്. ജുലൂദ് ഏകവചനം വന്നിട്ടില്ല ഖുർആനിൽ, ബഹുവചനം ഉണ്ട്. ജിൽദ് ഏകവചനം, ജുലൂദ് അല്ല. ഞാൻ പറഞ്ഞത് ഖുർആനിൽ ജിൽദ് വന്നതായി ഓർമ്മയില്ല, ജുലൂദ് ഉണ്ട്. شهد عليهم سمعهم وأبصارهم وجلودهم واذكر باب كل فعل مما يأتي. ഇതിന്റെ ബാബ് പറയാൻ ഫഅല അടിസ്ഥാനമാക്കി പറയണം. ഫഅല അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ബാബ് പറയുമ്പോൾ, ഗ്രാമറ്റിക്കലി ബാബ് പറയുമ്പോൾ ഫഅല അടിസ്ഥാനമാക്കിയാണ് പറയുക. ഇസ്തൻസറ എന്നത് ഏത് ബാബാണ്? ഫഅല വെച്ചിട്ട് പറഞ്ഞു. നമ്മൾ പഠിച്ച ഇസ്തഗ്ഫറ ഗ്രൂപ്പ്. തഖഅറ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇസ്തബ്ശറ എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞു തന്നെ. ലാന എന്ത് ചെയ്യാം? ലാന ഏത് ഗ്രൂപ്പ് എന്ന് എങ്ങനെ പറയും? അപ്പൊ മാളിയും മുതാരിയും പറയണം. 3 അക്ഷരമുള്ളതാണ് മാളിയും മുതാരിയും പറയണം.
ബാബ് പറയുമ്പോഴേ. ആ കാലല്ലേ ഫഅല യഫ്ഇലു. ലാല യലീനു എന്നാണ് വന്നത്. ലാല യലീനു എന്ന് വരുമ്പോൾ ഫഅല യഫ്ഇലു. ലറബ യളിരിബു. ബാബ് നമ്മൾ പഠിച്ചത് ലറബ യളിരിബു എന്നാണ്. ഫഅല ഉപയോഗിച്ച് പറഞ്ഞാൽ ഫഅല യഫ്ഇലു. നമ്മൾ എന്തുകൊണ്ടാണ് ലറബ യളിരിബു എന്ന് പഠിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ബാബ് പറയുമ്പോൾ ഫഅല യഫ്ഇലു ആണോ ഫഅല യഫ്അലു ആണോ ഫഅല യഫ്ഉലു ആണോ, അതേപോലെ ഫഅല യഫ്അലു ആണോ എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഫഅല ആകുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് നമ്മൾ ലറബ യളിരിബു എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറില്ല. ലറബ യളിരിബു. അപ്പോൾ ലറബ യളിരിബു ബാബാണെന്ന് പറയും. നസറ എൻസുർ എന്നുള്ളത് നസറ എൻസുർ പഠിച്ചാൽ വേറെ ഒരു കുഴപ്പമില്ല. അപ്പോൾ നസറ എൻസുർ ബാബാണെന്ന് പറയും. പക്ഷെ ഇവിടെ നമ്മൾ ഗ്രാമർ പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? ലാല യലീനു എന്നുള്ളതിന് ഫഅല യഫ്ഇലു എന്ന് ഫഅല ഉപയോഗിച്ച് പറയണം. അതാണ് ഗ്രാമറ്റിക്കൽ ടെക്നിക്കൽ യൂസേജ്. മാലം യുഗർഗർ, ഗർഗർ ആകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞല്ലോ. അവിടെ പറഞ്ഞ ഈ മുദ്ദത്ത് അദമിൽ ഗർഗറത്ത്, അവിടെ മാലം എന്ന് പറഞ്ഞാൽ ആ മുദ്ദത്ത്, ആ കാലയളവ്, ഡ്യൂറേഷനാണ് ഉപയോഗിക്കുന്നത്. മുദ്ദത്ത് എന്താ? മുദ്ദത്ത് കാലയളവ്, പീരീഡ്. അതായത് മുദ്ദത്ത് അദമിൽ ഗർഗറത്ത്, ഗർഗറത്ത് ഇല്ലാതിരിക്കുന്ന ആ കാലയളവ്. അദമെന്ന് പറഞ്ഞാൽ ഇല്ലാത്ത അവസ്ഥ. അദം ഗൈർ എന്നതിന് പകരം ഉപയോഗിക്കുന്നതാണ് അദം. എന്താണ്? ഇല്ലാത്തതാ, ഇല്ലാത്ത അവസ്ഥ. അദം ഇല്ലായ്മ, അദം. അപ്പൊ മുദ്ദത്ത് അദമിൽ ഗർഗറത്ത്, ഗർഗറത്ത് ഇല്ലാത്ത ആ ഡ്യൂറേഷൻ, ആ കാലയളവ് എന്നാണ് അർത്ഥം മാലം യുഗർഗർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ മ എന്താണ്? അൽ മസ്ദരിയത്തു അൽ ലർഫിയത്തു. അപ്പൊ ലമ്മ് മാറ്റി കഴിഞ്ഞാൽ അവിടെ ശേഷം എന്താ? ഫേലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ മ എന്താണ്? അൽ മസ്ദരിയത്താണ്, ക്രിയാതാവിന്റെ അർത്ഥത്തിലുള്ളതാണ്. പിന്നെന്താണ്? അൽ ലർഫിയത്തു. ലർഫ് മുമ്പ് പറഞ്ഞു തോന്നല്ലോ, സ്ഥലകാല സംബന്ധിയായ പദത്തിനാണ് ലർഫ് എന്ന് പറയുന്നത്. ലർഫ് സ്ഥലത്തെയോ സമയത്തെയോ സൂചിപ്പിക്കുന്ന പദം. യസ്മു മക്കാനിൻ ഔ സമാനിൻ ആണ് ലർഫ് എന്ന് പറയുന്നത്. അപ്പൊ മസ്ദരിയാണ്, ലർഫിയാണ്. അത് സമയത്തെ സൂചിപ്പിക്കുന്നതാണ്, അതേപോലെ ക്രിയാധാതുവിന്റെ അർത്ഥത്തിലുള്ളതാണ്. മാലം യുഗർഗർ എന്ന് പറഞ്ഞപ്പോ എന്താ അർത്ഥം? ആ സമയത്തോളം, ഗർഗർ ആകാത്തടത്തോളം കാലം. നമ്മൾ പറയുന്നത് കാലം ചേർത്തല്ലേ നമ്മൾ മലയാളത്തിൽ പറയുന്നത്. റോഹ് തൊണ്ടയിൽ കൊണ്ടക്കുഴിയിൽ എത്താത്തിടത്തോളം കാലം, എത്തുന്നിടത്തോളം കാലം എന്നാണ് നമ്മൾ പറയുന്നത്. ലം യുഗർഗർ എന്ന് പറഞ്ഞാൽ എത്താത്തിടത്തോളം കാലം. ഹാക്ക അംസിലത്തൻ ഉഖ്റ. ഹാക്ക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നീ എടുത്തോ എന്നാണ് കേട്ടോ. നീ എടുത്തോ. ഹാക്ക, ഇതാ. ഹാക്കും എന്ന് പറയാം ബഹുവചനമാണെങ്കിൽ, പറയുന്നയാളാ ബഹുവചനമാണെങ്കിൽ. ഹാക്ക എന്നത് കോമൺ ആയിട്ട് ഉപയോഗിക്കാം. പെണ്ണിനോടാണെങ്കിൽ ഹാക്കി എന്ന് പറയാം, ഹാ ഹുന്ന എന്ന് പറയാം പെണ്ണുങ്ങളോട്. ഇവിടെ ഇതാന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? ഇതാ പിടിച്ചോ എന്ന്. പക്ഷേ ദാലിക്ക പറയുന്ന പോലെ തന്നെയാണ്. ദാലിക്ക കോമൺ ആയിട്ട് എന്ത് ചെയ്യും? ദാലിക്ക ഉപയോഗിക്കും. അതേസമയം ദാലിക്കുല്ലാഹു എന്ന് പറയും ഖുർആനിൽ വന്നിട്ടുണ്ട്. കദാലികുന്ന എന്ന് പറഞ്ഞു ഖുർആനില്. ദാലികുമ എന്ന് പറഞ്ഞു. അതേപോലെ ഹാക്കയും ഉപയോഗിക്കാം. ഹാക്ക അംസലത്തിന് ഉഖ്റ. യു ഹാവ് മോർ എക്സാമ്പിൾ ഹിയർ. അംസലത്തിന് എക്സാമ്പിൾസ് ഉഖ്റ, മറ്റ് ഉദാഹരണങ്ങൾ. സയബ്ഖൽ ഇസ്ലാമു മാ ബഖിയൽ ആലം. അപ്പൊ എന്താ ഇവിടെ ലം യുഗർഗർ വന്നത്തോളാണ് ഗർഗർ ആകാത്തടത്തോളം കാലം എന്ന് പറഞ്ഞത്. ഇവിടെ എന്താ? മാ ബഖിയൽ ആലം. ബഖിയൽ ആലം എന്തായിരിക്കും അർത്ഥം? ബാക്കിയ ശേഷിച്ചു. മലയാളം വാക്ക് പറഞ്ഞാലോ? മലയാളം വാക്കാണ് ബാക്കി, ബാക്കിയായി.
ഇപ്പൊ മാ ബക്കിയൽ ആലം മസ്ദരിയെയും മർഫിയെയും ആക്കി പറഞ്ഞേ. ലോകം ശേഷിക്കുന്നിടത്തോളം കാലം, ലോകം അവശേഷിക്കുന്നിടത്തോളം കാലം, ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം. മാ ബക്കിയൽ സയബഖൽ ഇസ്ലാമു മാ ബക്കിയൽ ആലം. ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം ഇസ്ലാം ഇസ്ലാമും നിലനിൽക്കും. ഐ മുദ്ദത ബഖാഇൽ ആലം, ആ ഡ്യൂറേഷനിൽ എന്നർത്ഥം. അത്തിയഊനി മാ അതഅതുല്ലാഹ വറസൂലഹു, അത്തിയഊനി മാ അതഅതുല്ലാഹ വറസൂലഹു. ഇപ്പൊ എന്താ അർത്ഥം? എനിക്ക് നൽകുകയും എനിക്ക് തരൂ. എനിക്ക് തരുകയും. ഞാൻ അള്ളയെ അനുസരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ എന്നെ അനുസരിക്കുവിൻ. അത്തിയഊനി, നിങ്ങൾ അനുസരിക്കുവിൻ. മാ അതഅതുല്ലാഹ വറസൂലഹു, ഞാൻ അള്ളയും റസൂലിനെയും അനുസരിക്കുന്നിടത്തോളം കാലം. ഐ മുദ്ദത ഇതാഅതി, ഐ മുദ്ദത ഇതാഅതി മസ്ദറാണ്. അതുകൊണ്ട് അനുസരണത്തിന്റെ കാലയളവ്. അല്ലാഹു റസൂലഹു. അജീം ഇജ്ലിസ് ഫി ഹാദൽ കുർസി മാ ലം യഅതി സാഹിബുഹു. ഇജ്ലിസ് ഫി ഹാദൽ കുർസി, ഈ കുർസിയിൽ ഇരുന്നോ. മാ ലം യഅതി, നേരത്തെ പറഞ്ഞെല്ലാം പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് കൂടെ പറഞ്ഞു തരിക. മാ ലം യഅതി സാഹിബുഹു, അതിന്റെ സാഹിബ് വരുന്നില്ല, വരാത്തിടത്തോളം കാലം, വരാത്തിടത്തോളം കാലം നീ അവിടെ ഇരുന്നു വന്നു. മാ ലം യഅതി സാഹിബുഹു, അതിന്റെ അവകാശി, അതിന്റെ ഉടമസ്ഥൻ, അതിന്റെ ആള് വരാത്തിടത്തോളം കാലം നീ അവിടെ ഇരുന്നു. ഐ മുദ്ദത്ത അദ്മി ഇത്തിയാനി സാഹിബിഹി, അത്തായുടെ ക്രിയാധാതുവാണ് ഉപയോഗിച്ചത്. അത്താ ഇത്തിയാൻ, ആദമ ഇത്തിയാൻ, ഇത്തിയാൻ ഇല്ലാതാകുന്നത് വരെ, വരുന്നത് വരാത്തിടത്തോളം കാലം, വരൽ ഇല്ലാത്തിടത്തോളം കാലം, വരാത്തിടത്തോളം കാലം. ഹിയ നിഹായത്തു അദ്ദർസ്. ഈ ഭാഗം പറഞ്ഞ് എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. അൽഫേലിന്റെ ഇനങ്ങളൊക്കെ വായിച്ചു നോക്കുക. എല്ലാം കൂടെ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതെന്ത് ചെയ്യണം, സുലാസിന്റെ ഒരു ബാബുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ റുബായിയുടെ ബാബുകൾ പറഞ്ഞിട്ടുണ്ട്. സുലാസി മസീദ് ഫിഹിയുടെ അൽ മസീദ് ലഹു ബാബു പറഞ്ഞിട്ടുണ്ട്. പിന്നെ റുബായി മസീദ് ലഹു സലാഹത്ത് അബുവാബ്, അതെ, റുബായിയുടെ ബാബ് വന്നിട്ടുണ്ട്. അതേപോലെ റുബായി മസീദ് ഫിഹിയുടെ ബാബ് വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വായിച്ചു നോക്കി കാര്യങ്ങൾ അവധാനതയോടെ മനസ്സിലാക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് മനസ്സിലാക്കാൻ നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മൾ പഠനം പൂർത്തിയാകുന്ന നമ്മൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് പറയുകയും ചെയ്യാം. അടുത്ത 27 കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് പറയല് നല്ലതല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പാഠം വായിച്ചുകൊണ്ട് വരെ നമുക്ക് ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അദ്ദർസു സാബിഉ വൽ 20. المدرس يا أسامة المراقب يطلبك في مكتبه. أسامة المراقب سوبرفايزر يطلبك في مكتبه. يطلبك demanding you, നിന്നെ ആവശ്യപ്പെടുന്നു. ഫി മക്തബിഹി, അദ്ദേഹത്തിന്റെ ഓഫീസ്. യത്ലുബുക ഫി മക്തബിഹി. ഉസാമത്തു ഉരീദു അൻ ആഖുദ മഈ ജമീലയ്യ ഹാദൈൻ. ഡ്യുവൽ ഫോംസ്. ജമീലയ്യ ഹാദൈൻ. ജമീലുൻ അതിന്റെ ദ്യോജനം എന്തായിരിക്കും വരിക? ജമീലാനി. അപ്പൊ മഴ വന്നുകൊണ്ട് എന്ത് ചെയ്യണം?
അല്ല ആഹുദ് എന്നതിന്റെ എന്താണ് ആഹുദ് എന്നതിന്റെ മഫ്ഊലുൻ ബിഹിയാണ് എന്ത് ജമീലാനി. ജമീലൈൻ മഫ്ഊലുൻ ബിഹി ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം ജമീലൈനി ആവും. നസ്ബ് പിന്നെ എന്ത് ചെയ്യണം ജമീലൈനി അതിലേക്ക് ഇലാഫത്ത് മുത്തക്കല്ലിമിലേക്ക് ഇളാഫത്ത് ചെയ്യുമ്പോൾ ജമീലൈലയായും പിന്നെ എന്റെ യായും കൂടെ ചേർന്നപ്പോ എന്തായി രണ്ട് യായി ഇയ്യ. ജമീലയ്യ. ഹാദൈനി ഹാദെന്നല്ല പറയാ ദ്വിവചനം ഹാദൈനി. ഉരീദുനാഹുദമായി ജമീലയ്യ ഹാദൈനി. എൻ്റെ ഈ രണ്ട് സുഹൃത്തുക്കളെ ക്ലാസ്മേറ്റിനെയും കൂടി ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ അവരെ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അൽ മുദരിസ് ലം യത്ലുബുൽ മുറാഖിബു ഇല്ലാ ഇയ്യാക. ലം യത്ലുബ് അൽ മുറാഖിബ് ചേർത്ത് വായിക്കുമ്പോൾ യത്ലുബിൽ മുറാഖിബു ലം യത്ലുബിൽ മുറാഖിബു. സൂപ്പർവൈസർ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല ഇല്ലാ ഇയ്യാക. ആ ഇയ്യാക്കയാണ് നമ്മുടെ പാഠത്തിലെ ഒരു സബ്ജക്റ്റ്. എന്നെ കൂടാതെ എന്നോടല്ല. ഇയ്യാക്ക. അപ്പൊ ഇയ്യാക്ക എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇയ്യാക്ക നഅ്ബുദു എന്ന് പറഞ്ഞില്ലേ? ഇയ്യാക്ക നഅ്ബുദു എന്ന് പറഞ്ഞാൽ നഅ്ബുദു ക എന്ന് പറയുന്നതിന് പകരമാണ് എന്ത് ചെയ്ത് ആ കായാണ് മുമ്പോട്ടുള്ളത്. അപ്പൊ യത്ലുബു എന്നതിന്റെ മഫ്ഊലുൻ ബിഹി ആയിട്ടാണ് ഇയ്യാക്ക ഉള്ളത് ഇവിടെ. യത്ലുബു ആവശ്യപ്പെട്ടു. ആരാവശ്യപ്പെട്ടു? ഇയ്യാക്ക നിന്നെ. അപ്പൊ ഇയ്യാക്ക എന്നത് എന്താണ് യഥാർത്ഥത്തില്? മഫ്ഊലുൻ ബിഹി ആണ്. മഫ്ഊലുൻ ബിഹി ആകുമ്പോൾ എന്ത് അടയാളമായിരിക്കും? നസ്ബായിരിക്കും. അപ്പൊ നസ്ബ് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് ഇയ്യാക്ക ഉള്ളത്. ഓക്കെ. അതേപോലെ അൻത എന്നതിന് പകരമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? ഇല്ല അൻത എന്ന് പറയാൻ പറ്റില്ല. ഇല്ല അൻത എന്ന് പറഞ്ഞാൽ അൻത എന്ന് പറഞ്ഞാൽ എന്താണ്? റഫ് ചെയ്യപ്പെട്ട അവസ്ഥയിലാണുള്ളത്. ഇയ്യ വരുമ്പോൾ നസ്ബ് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് ആണ് ഇയ്യാക്ക. അപ്പോൾ മാത്രമല്ല ഇല്ലായ്ക്ക് ശേഷമാണ് വന്നിരിക്കുന്നത്. അത് കൂടെ ശ്രദ്ധിക്കുക. ഒന്ന് അടയാളപ്പെടുത്തേണ്ടത് ഇയ്യാക്ക എന്നത് സർക്കിൾ ചെയ്യുക. പിന്നെ ഇയ്യാക്കയും ഇല്ലയും കൂടെ ചേർത്തിട്ട് ഡബിൾ അണ്ടർലൈൻ ചെയ്യുക. ഉസാമത്തു. അപ്പൊ ഇല്ല വരുന്നതിന്റെ കാര്യം നമ്മൾ പിന്നീട് അതിന്റെ കൺക്ലൂഷനിൽ പറയും. ഉസാമത്തു. ഉസാമ എന്ത് പറഞ്ഞു? അഖ്ഷ അന്നഹു നസിയ. അഖ്ഷ അന്നഹു നസിയ. ഞാൻ ഭയപ്പെടുന്നു. മറന്നു പോകുന്നു. അദ്ദേഹം മറന്നുപോയിട്ടുണ്ടാകും എന്ന് ഞാൻ ഐ ആം അഫ്രൈഡ് ദാറ്റ് ഹി ഹാസ് ഫർഗോട്ടൻ. ഇന്നി വ ഇയ്യാഹുമ മുശ്തരികൂന ഫി മുസാബഖത്തി സിബാഹത്തി. എന്തുകൊണ്ടാണ് രണ്ടുപേരെയും കൂടെ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചത്? അഖ്ഷ അന്നഹു നസിയ, അദ്ദേഹം മറന്നുപോയിട്ടുണ്ടാകും. ഇന്നി വ ഇയ്യാഹുമ. ഇന്നി വ ഇയ്യാഹുമ. എന്നോടും അവരോടും. ഞാനും ഇന്നി തീർച്ചയായും ഞാനും വ ഇയ്യാഹുമ അവർ രണ്ടുപേരും. ആ അപ്പൊ ഇയ്യ എന്താണ്? മൻസൂബാണോ? ഇന്നി എന്ന് പറഞ്ഞപ്പം ഇന്നയുടെ ശേഷമുള്ള യാ അൽ മുത്തക്കല്ലിം എന്താണ്? നസ്ബ് ചെയ്യപ്പെട്ടതാണോ? ആണോ? ഇന്നല്ലാഹ. അപ്പൊ ഇന്നയുടെ ശേഷം എന്താണ്? നസ്ബ് ചെയ്യണം. അപ്പൊ യാ അൽ മുത്തക്കല്ലിം എന്ത് അവസ്ഥയിലാണ് ഉള്ളത്? നസ്ബിന്റെ സ്ഥാനത്താണ് ഉള്ളത്. ആണോ? ഇന്ന സൈദൻ എന്ന് പറയുമ്പോ ജയ്ദൻ നസ്ബ് ചെയ്യണം. അപ്പം യാ അൽ മുത്തക്കല്ലിം എന്താണ്? നസ്ബിന്റെ അവസ്ഥയിലാണ്. അതിന്റെ കൂടെ വാ ചേർത്ത് ഇളാഫത്ത് ചെയ്യുമ്പോൾ എന്തായി? ഇയ്യായും എന്ത് ചെയ്യണം? അപ്പൊ ഇയ്യ എന്താണ്? നസ്ബ് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ്. ഇയ്യാഹുമ. അപ്പോ ഇയ്യാഹുമ എന്ന് പറഞ്ഞ എന്തുകൊണ്ട്? നസ്ബ് ചെയ്യപ്പെട്ട അവസ്ഥയിലായതുകൊണ്ടാണ് ഇയ്യാഹുമ എന്ന വാക്ക് ഉപയോഗിച്ചത്. ഇന്നി വ ഇയ്യാഹുമ. ഇന്നി വ ഇയ്യാഹുമ. മാത്രമല്ല ഒന്ന് ഇന്നി എന്നത് അവിടെ എന്താണ്? യാൽ മുത്തക്കല്ലിമാണ്. അത് എന്തുകൊണ്ട് ഇന്നയുടെ കൂടെ ചേർന്ന് വന്നിട്ടുണ്ട്.
പിന്നീട് സർവനാമത്തെ കൂടെ ഉപയോഗിക്കണം. അപ്പൊ എന്ത് ചെയ്യും? വയ്യാഹുമ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി വഹുമ എന്ന് പറയാൻ പറ്റില്ല. ഇയ്യ എന്നുള്ള വാക്കിന് മാത്രമായിട്ട് എന്താ അർത്ഥം വരിക? ഇയ്യ എന്ന വാക്ക് മാത്രമായി ഉപയോഗിക്കില്ല ഡോക്ടറെ. ഇയ്യ മാത്രം എന്നർത്ഥമുണ്ട് ഉസ്താദ്. ഇയ്യാക്ക് മാത്രം അർത്ഥമില്ല സംഭവം. നിന്നെ അങ്ങനെ ഉണ്ടോ എവിടെയെങ്കിലും? എന്നെ മാത്രം നിന്നെ. അങ്ങനെയല്ല. ഇയ്യാക്ക് മാത്രം മാത്രമെന്ന് അർത്ഥമില്ല. ഇയ്യാക്ക് പണ്ടത്തെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കുന്നത്. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും വരാൻ വേണ്ടി വഴിയുണ്ടോ? ഇയ്യാക്കാന്ന് കേൾക്കുമ്പോ എപ്പോഴും ഉണ്ടാവുന്ന സംശയം അത് ഇയ്യാന്ന് പറയുമ്പോ എന്താന്നുള്ളത്. ഇയ്യാക്കാന്നാണ് പറയുക. അപ്പൊ എന്തുകൊണ്ടാണ് ഇയ്യാക്കാന്ന് ഉപയോഗിക്കുന്നത്? അപ്പൊ ഇനി നമുക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല. ഇയ്യാക്ക് മാത്രമായിട്ട് അർത്ഥമില്ല. മറിച്ച് എന്താണ് കാന്ന് പറഞ്ഞാൽ നിന്നെ മാത്രം. പറയട്ടെ. ഇൻഷാ അല്ലാ. നമ്മള് ക എന്ന് പറഞ്ഞ എന്താണ്? അൻതയാണ്. അൻതയെ മൻസൂബായിട്ട് ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം? അപ്പോഴാണ് ഇയ്യ ചേർത്ത് ഉപയോഗിക്കുന്നത്. മർഫു ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഹുവ ഹും അൻത ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന അൻത അൻതുമാ അൻതും അൻതി അൻതുമാ അൻതുന്ന അന നഹ്നു, ഇതെല്ലാം എന്താണ്? മർഫൂ. റഫു ആണ്. റഫ് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ്. ഓക്കെ, അതെല്ലാം റഫ് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് അത് മാത്രമായിട്ട് ഉപയോഗിക്കുക. ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന അൻത അൻതുമാ അൻതും അൻതി അൻതുമാ അൻതുന്ന അന നഹ്നു, ഇതെല്ലാം എന്താണ്? എന്താണ്? മർഫു. മർഫൂ. മർഫു. റഫ് ചെയ്യപ്പെട്ട അവസ്ഥ. മർഫു. മൻസൂബ് ആകുമ്പോ എന്ത് ചെയ്യണം? ഇയാഹു ഇയാഹുമ അങ്ങനെ വേണം. നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ മറ്റെല്ലാം മറന്നുപോയി. അപ്പൊ ഇയാഹു ഇയാഹും ഇയാക്ക ഇയാക്കും ഇയായ ഇയാന യഹ ഒക്കെ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? നസ്ബ്. മൻസൂബ്. അപ്പൊ ലമാഇറുൽ മൻസൂബ്, മൻസൂബ് എങ്ങനെ വരിക? ഇയ്യ ചേർത്തിട്ടാ വരിക. ചേർത്തത്. അതുകൊണ്ടാണ് ഇയ്യാഹുമ അവ രണ്ടുപേരെയും. അപ്പൊ ഇന്നി യാഹു മുത്തകല്ലി മൻസൂബാണ്. വ ഇയ്യാഹുമ അപ്പൊ മൻസൂബായിട്ടാണ് ഇയ്യാഹുമ ഉപയോഗിച്ചത്. വ ഇയ്യാഹുമ അവ രണ്ടുപേരെയും, ഞാനും അവർ രണ്ടുപേരും. മുഷ്തരിക്കൂന, അപ്പൊ ഇന്നയുടെ ഖബർ ഏതാ? മുഷ്തരിക്കൂന. സമയം തീർന്നു അല്ലേ? മുഷ്തരിക്കൂന പാർട്ടിസിപ്പൻസ് ആണ്. ഇഷ്തറക്ക പാർട്ടിസിപ്പേറ്റ് ചെയ്തു. മുഷ്തരിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തവൻ. മുഷ്തരിക്കൂന ഞാനും അവർ രണ്ടുപേരുമാണ് പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ളത്. ഫി മുസാബഖത്തി സിബാഹത്തി. സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ. സ്വിമ്മിംഗ് കോമ്പറ്റീഷനിൽ. സ്വിമ്മിംഗ് കോമ്പറ്റീഷനിൽ ഞങ്ങൾ മൂന്ന് പേര് ഞങ്ങൾ രണ്ടുപേരും, ഞാനും അവർ രണ്ടുപേരും കൂടിയാണ് എന്ത് ചെയ്തത്? പങ്കെടുത്തത്. ഓക്കെ, അപ്പൊ അത്ര നിൽക്കട്ടെ കേട്ടോ. അത് നിങ്ങൾ ഇപ്പൊ നമ്മൾ വലിയൊരു നോളജാണ് പഠിച്ചത്. ഏത്? ഇയ്യായുടെ കൂടെ ചേർന്ന് തന്നെ ലമീറാണ് എന്ത്? മൻസൂബായിട്ട് വരുമ്പോഴാണ് ലമീറിന്റെ കൂടൊപ്പം ഇയ്യ ചേർന്ന് വരുന്നത്. ഓക്കെ, അല്ലാത്ത ലമീറുകളെല്ലാം എന്താണ്? മർഫു ആണ്. ഇയ്യാക്ക് മാത്രമായിട്ടല്ല മാത്രം എന്ന് അർത്ഥമുള്ളത്. ഓക്കെ ഓക്കെ, നിർത്തല്ലേ? സർ, ഇൻഷാ അല്ലാ. കുറച്ച് വൈകിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ കേട്ടെ. ബാക്കിയുള്ളത് പറയാൻ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. അത് അടുത്ത കോണ്ടക്സ്റ്റിലേക്കുള്ള പോകുന്നതിൻ്റെ ഉള്ള വാക്കാണ്. അവിടെ ഇയ്യ പിന്നെ വരുന്നുണ്ട്. ആഴ്ചയത്തുഹും ഇയ്യാഹ അത് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് പറയാനുണ്ട്. ആഴ്ചയത്തുഹു ഇയ്യാഹുലൊക്കെ നമുക്ക് പറയാനുണ്ട്.
ഇൻഷാ അല്ലാ. അപ്പോൾ അറബി ഭാഷ നന്നായി ഗ്രഹിക്കാനും അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് പഠനത്തിൻ്റെ ഒരു പ്രോഗ്രസീവ് മെത്തേഡ്. അല്ല നമ്മളെല്ലാം കൂടെ ചോർത്ത് കൊണ്ടു നിന്നാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മൾ ഇയ്യ മാത്രമാണ് ഞാൻ നിന്നെയാണ്. അങ്ങനെയല്ല, ഇയ്യാക്ക് മാത്രമായിട്ട് മാത്രം നടത്തില്ല. മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു സർവനാമത്തിൽ വയ്ക്കാൻ വേണ്ടിയുള്ള കുറിസിയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധി പഠിക്കാനും ഗ്രഹിക്കാനും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും നമ്മുടെ അടുത്ത തലമുറയെ ആ രീതിയിൽ വളർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലൽ ലിഖാഇ ബിഇذنില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം.